ഫ്രണ്ട്സ്, മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട 1886 പാട്ടക്കരാർ സാധുത നിലനിൽക്കുമോ എന്നുള്ളൊരു വാദം 30-ാം തീയതി സുപ്രീം കോടതി പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് ഇപ്പോൾ ഡിസംബർ 9 മാറ്റി. അതിനാവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ കേരളത്തിനും തമിഴ്നാടിനും 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. ഒരു മാസത്തിനുള്ളിൽ ആവശ്യമായ രേഖകൾ സമർപ്പിക്കണം. അതുപോലെ കേരളം പാട്ടക്കരാർ ലംഘിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമീപം മെഗാ കാർ പാർക്കിംഗ് പദ്ധതി നടത്തി എന്നുള്ളൊരു വാദമാണ് തമിഴ്നാട് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കരാറ് നിലനിൽക്കുമോ, അല്ലെങ്കിൽ പാട്ടക്കരാറിൻ്റെ യഥാർത്ഥ പിന്തുടർച്ച അവകാശി ആരാണ് തുടങ്ങിയ വാദങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി നേരത്തെ പരിഗണിച്ചിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഡിസംബർ 9 വീണ്ടും മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു മാസത്തിനുള്ളിൽ അവർ റിപ്പോർട്ടും സമർപ്പിക്കണം. ഡാം സുരക്ഷ 2026 ചെക്ക് ചെയ്താൽ മതി എന്നുള്ളൊരു തമിഴ്നാടിൻ്റെ വാദം സുപ്രീം കോടതി നേരത്തെ തന്നെ തള്ളിയിരുന്നു. അത് 12 മാസത്തിനകം, അതായത് ഒരു വർഷത്തിന് 2025 ഡാം സുരക്ഷ പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏത് രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു. 30-ാം തീയതി സുപ്രീം കോടതി പരിഗണിക്കും, നമുക്ക് അനുകൂലമായി വിധി വരുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷെ അത് ഡിസംബർ 9 വീണ്ടും മാറ്റി എന്ന് പറയുന്നത് സന്തോഷകരമായൊരു വാർത്തയായിട്ട് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ദിവസങ്ങളും മാസങ്ങളൊക്കെ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ 12 മാസത്തിനുള്ളിൽ സുരക്ഷാ സംവിധാനം പരിശോധിച്ചൊരു റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ എങ്ങനത്തെ റിപ്പോർട്ടായിരിക്കും, എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണല്ലോ, മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ അടുത്ത് തന്നെയായിട്ട് തമിഴ്നാട്ടിലുള്ള കർഷകർ സമരം നടത്തുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഡാം സുരക്ഷാ സംവിധാനം നോക്കണം എന്നുള്ള രീതിയിൽ ആരെങ്കിലും വന്നാൽ അവരെ കൈകാര്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവരുടെ സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവരുടേതായ രീതിയിൽ. നമ്മൾ നമ്മുടേതായ രീതിയിൽ പ്രക്ഷോഭങ്ങളും നമ്മളും സമരങ്ങളും നടത്തുന്നുണ്ട്. നമ്മളും ഒരുപാട് രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കോടിക്കണക്കിന് ആളുകളുടെ ജനങ്ങളുടെ ജീവനായതുകൊണ്ട് നമ്മൾ അതിന് പറയുന്നു അവർക്ക് വെള്ളം വേണമെന്ന് പറയുന്നത്. പക്ഷെ അവർ ചിന്തിക്കാത്തൊരു കാര്യം, ഈ ഡാം സുരക്ഷാ സംവിധാനം ചെക്ക് ചെയ്യാൻ വരുന്ന ആളുകളെ പോലും കൈകാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ അവരെന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം ഈ ഡാം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, ഇപ്പോൾ ഒക്ടോബർ 10 വരുമ്പോഴേക്കും 130 വർഷം കറക്റ്റ് ആകും. അപ്പോൾ ഡാമിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഇവർക്ക് എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്? നമ്മുടെയൊക്കെ ജീവൻ പോകും. അതുപോലെ തന്നെ ഇവർക്ക് എവിടെ നിന്ന് പിന്നെ വെള്ളം കിട്ടും? അതൊന്നും അവർ ചിന്തിക്കാതെ പുതിയൊരു അണക്കെട്ട് അവിടെ നിർമ്മിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന് നമ്മൾക്കും ആഗ്രഹമില്ല. കാരണം ഇനിയും ഒരു അണക്കെട്ട് നിർമ്മിച്ച് ഇനിയും നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു ജലബോംബായിട്ട് വീണ്ടും നമ്മുടെ തലമുറയ്ക്ക് ഒരു ഭാരമിട്ട് കൊടുക്കണമെന്ന് ഒരാഗ്രഹം എനിക്കുമില്ല. പക്ഷേ ഇത്രയും വർഷം പഴക്കമുള്ള ഈ ഒരു ഡാമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം, ഒരു രമ്യതയിലൊരു തീരുമാനം ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. കാരണം ഇത് 2 സംസ്ഥാനങ്ങൾ കൂടി ഇരുന്ന് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അതിൽ കുറേ ആളുകൾ തടസ്സം നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ തമിഴ്നാട് സർക്കാരും അവരുടെ കൂടെ നിൽക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണെങ്കിലും ശരി, കോടിക്കണക്കിന്, നമ്മുടെ ലക്ഷ്യം എപ്പോഴും കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ അത് തന്നെയാണ്. ഞാനിനി ഒരിക്കലും തമിഴ്നാടിന് വെള്ളം കേരളത്തിന് സുരക്ഷ എന്ന് ഞാൻ പറയില്ല. കാരണം എനിക്ക് എൻ്റെ പിറന്ന മണ്ണിൽ കേരളത്തിന് സുരക്ഷ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ഒരു ഡാം സുരക്ഷാ സംവിധാനം പോലും ചെക്ക് ചെയ്യാൻ ആൾക്കാർ അങ്ങോട്ട് അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവരോട് സമരം ചെയ്യുമ്പോൾ അവരെന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല കേരളത്തിൽ ഇത്രയും ആളുകളുടെ ജനങ്ങളുടെ സുരക്ഷ, അല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടും, എന്തെങ്കിലും സംഭവിച്ചില്ല എന്നുള്ളൊരു കാര്യം പോലും അവർ ചിന്തിക്കാതെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തമിഴ്നാടിന് വെള്ളം എന്ന് പറയുന്നത്? ന്യൂസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സമരങ്ങൾ നടക്കുന്നതല്ല, അപ്പോൾ പങ്കെടുക്കാൻ പറ്റുന്നവർ പങ്കെടുക്കുക. കറക്റ്റ് സ്ഥലങ്ങളെല്ലാം ഞാൻ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഒക്ടോബർ 9 ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയിട്ടൊരു വാഹനജാഥയും നടത്തുന്നുണ്ട്. അപ്പോൾ അതിനും പങ്കെടുക്കാൻ പറ്റുന്നവർ പങ്കെടുക്കുക. വാഹനജാഥ ഹൈക്കോടതി ജംഗ്ഷൻ മുതൽ ഒക്ടോബർ 10 കുമളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ധർണ്ണ നടത്തുന്നത്. അപ്പോൾ അതിലൊക്കെ അവിടെയുള്ള ആൾക്കാർക്ക് വരാൻ പറ്റുന്നവർക്ക്, ഹൈക്കോടതി തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ നിന്നുണ്ട്. അപ്പോൾ പറ്റുന്നവർക്ക് ആ വാഹനജാഥയിൽ പങ്കെടുക്കുക. അതുപോലെ പ്രാർത്ഥിക്കുക, അല്ലാണ്ട് ഇപ്പോൾ ഒന്നും പറയാനില്ല. കാരണം നേപ്പാളിൽ നമ്മൾ കണ്ടല്ലോ, നേപ്പാളിലെ പ്രളയക്കെടുതിയിൽ ഇപ്പോൾ 200-ലധികം ആൾക്കാരാണ് മരിച്ചിരിക്കുന്നത്. നിരവധി വീടുകൾ തകർന്നു, റോഡുകൾ തകർന്നു, റെയിൽവേ പാതകൾ തകർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള വാഹന ഗതാഗതങ്ങളെല്ലാം തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരെ കാണാനായി 90-ഓളം പേർക്ക് പരിക്കേറ്റു. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും കണ്ടു കിട്ടിയിട്ടില്ല. രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഊർജിതമായി നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് പ്രധാനമായ
റോഡുകളെല്ലാം തകർന്നത് കൊണ്ട് തന്നെ വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല പ്രധാനമൊക്കെ ജലനിരപ്പ് ഒരുപാട് ഉയർന്നത് കൊണ്ട് 3 ദിവസമായിട്ട് പ്രളയത്തിന് യാതൊരു രീതിയിലുള്ള ശമനവും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ വൈദ്യുതി ക്ഷാമം, ശുദ്ധജലക്ഷാമം, ഭക്ഷണത്തിന് ക്ഷാമം, അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും നേപ്പാളിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ദുരിതകരമായ അവസ്ഥയാണ് നേപ്പാളിൽ ഇപ്പോൾ നടക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു പ്രളയം നമ്മൾക്ക് മുന്നിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കാമെന്നല്ലാതെ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പ്രകൃതി ആയിട്ട് വരുന്ന ദുരന്തങ്ങളെ നമുക്ക് തടയാൻ പറ്റില്ല. ഇപ്പം നേപ്പാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതി ദുരന്തമാണ്. കാരണം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിലുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് നദികളിലെല്ലാം ജലനിരപ്പ് ഉയർന്ന് പ്രളയവും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായിട്ടാണ് ഇത്രയും മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. 200-ലധികം ആൾക്കാർ ഇപ്പോൾ മരിച്ചിട്ടുണ്ട്, നിരവധി പേരെ കണ്ടുകിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു പ്രകൃതി ദുരന്തമാണ്. പക്ഷേ നമുക്കറിയാലോ വയനാട്ടിലുണ്ടായിരുന്ന പ്രകൃതി ദുരന്തമാണ്. പക്ഷേ ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയും മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമായിരിക്കും വരാൻ പോകുന്നത്. നടപടി എടുക്കേണ്ട ആൾക്കാരെല്ലാം ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ ഡേറ്റുകൾ മാറ്റിക്കൊണ്ട് പോകുമ്പോൾ ന്യൂനമർദ്ദം വരികയും ഒക്കെ ചെയ്യുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത മഴക്കാലം വന്നിട്ടാണ്. അപ്പോൾ ആ സമയങ്ങളിലും പേടിച്ചും ഭയന്ന് നമ്മൾ കുറേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ പേടിച്ച് ഭയന്നിരുന്നത് പോലെ വീണ്ടും ഇരിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. അതുപോലെ ഈ കർഷകരിങ്ങനെ സമരം ചെയ്യുന്നു, ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നൊന്നും പറയാനില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ബോധമുള്ളവരല്ലേ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ. ബോധമില്ലാത്ത ആൾക്കാരെയും അതുപോലെ ബോധമുണ്ടായിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ കണ്ണടച്ചിരിക്കുന്ന ആൾക്കാരെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമുക്ക് പ്രതിഷേധിക്കുക, പങ്കെടുക്കാൻ പറ്റുന്നവർ പങ്കെടുക്കുക. എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം നേപ്പാളിൽ ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി മനസ്സൊരു നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. അതുപോലെ തന്നെ അതൊരു പ്രകൃതി ദുരന്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദുരന്തങ്ങൾ നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ. വയനാടിന് ഇപ്പോഴും നമ്മൾക്കറിയാലോ വയനാട്ടിൽ നടന്ന ദുരന്തം എത്ര അത് ആലോചിക്കാൻ പോലും വയ്യ. നമ്മൾ കണ്ടാണ് മൃതശരീരങ്ങൾ കിട്ടിയതും കുഞ്ഞുമക്കളുടെയും ഒക്കെ കണ്ടാണ് ചെളിയിൽ പുരണ്ടതും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രകൃതി ദുരന്തം വരാതിരിക്കട്ടെ. അതുപോലെ വിലങ്ങാട് സംഭവിച്ചു. പക്ഷെ വിലങ്ങാട് ആളപായം ഇല്ലാത്തത് കൊണ്ടാണ് അത് വലിയ രീതിയിലുള്ള റിപ്പോർട്ട് ആയില്ലെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് വീടുകളും സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രകൃതി ദുരന്തം വന്നാൽ ശരിക്കും പറഞ്ഞാൽ അത് അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്. കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോവാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടുന്ന് സഹായം കിട്ടുമെന്നൊക്കെ പറഞ്ഞാലും നമുക്കറിയാമോ എല്ലാത്തിനും ഓരോ തടസ്സങ്ങളും പരിധികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും പല സഹായങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹായം കിട്ടും, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഒന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ അത് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല, ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തെങ്കിലും സംഭവിച്ചത് വരാൻ പോകുന്നത് പിന്നെ അത് പറയാനും പറയിപ്പിക്കാനും കേൾക്കാനും ചിലപ്പോൾ ആളുകൾ ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയായിരിക്കും. എന്നാൽ അങ്ങനത്തെ ഒരു ദുരന്തം വരാതിരിക്കട്ടെ. അതിനു മുമ്പ് തന്നെ എന്തെങ്കിലും ഒരു നല്ലൊരു രീതിയിലുള്ള നടപടി നമ്മൾക്കൊക്കെ അനുകൂലമായ ഒരു രീതിയിലുള്ള നടപടി ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.